ഈശോയിലേക്ക് പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമണിയിലേക്ക് സ്വാഗതം. ഏവർക്കും യേശുക്രിസ്തുവിൽ കൃപയും സമാധാനവും. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുന്നത്? എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നാം നേരിടുന്ന പ്രശ്നങ്ങളുടെ അർത്ഥം നമുക്കറിയില്ല, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമല്ല. രണ്ടാമത്, ഇതിനൊക്കെ പരിഹാരം എന്താണെന്നും നമുക്കറിഞ്ഞുകൂടാ. രണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുകയാണ് എപ്പോഴും ദൈവാന്വേഷണത്തിന്റെ പിന്നിലുള്ളത്. ഇത് ഇപ്പോഴുള്ള കാര്യമല്ല, അനാദി മുതൽ ഇങ്ങനെ തന്നെയാണ്. മനുഷ്യന് രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയണം. ഒന്ന്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? രണ്ടാമത്, ഇതെങ്ങനെയാണെന്ന് പരിഹരിക്കുക. ഈ രണ്ട് കാര്യവും മനുഷ്യൻ അന്വേഷിക്കുന്നു, പല പ്രകാരങ്ങളിൽ അന്വേഷിക്കുന്നു, പലതരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തുന്നു. പക്ഷെ എപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുകയാണ്. മാനവകുലം ഇത്രയും നാൾ അധ്വാനം മുഖേന, കഴിവ് മുഖേന പരിശ്രമിച്ച പരിശ്രമങ്ങളിലൂടെ, ചിന്താ പദ്ധതികളിലൂടെ ഒക്കെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ പരിപൂർണമായി വെളിവാക്കാനാകാത്ത രണ്ട് കാര്യങ്ങളാണ് ജീവിതം നേരിടുന്ന പ്രശ്നങ്ങളുടെ അർത്ഥമെന്ത് എന്ന കാര്യം. സഹനങ്ങളുടെ അർത്ഥമെന്ത്, നേട്ടങ്ങളുടെ അർത്ഥമെന്ത്, ഭൂമിയിലെ ജീവിതത്തിന്റെ അർത്ഥമെന്ത്. രണ്ടാമത്, ഈ ജീവിതം ആകെ പ്രശ്നകലുഷിതമാണ്. എപ്പോഴും നിരവധിയായ പ്രശ്നങ്ങൾ നാം നേരിടുന്നു. ഈ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെയൊന്ന് പരിഹരിക്കും എന്ന് നമുക്ക് നിശ്ചയമില്ല. പലപ്പോഴും കുറുക്കോഴികൾ തേടി നമ്മൾ പോകുന്നത് ഇതുകൊണ്ടാണ്. എളുപ്പവിദ്യയെ ഹരിക്കുക എന്ന് പറയുന്നത് പോലെ എളുപ്പവിദ്യയിൽ ഇതൊന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്നൊരു അന്വേഷണം നമുക്കുണ്ട്. മനുഷ്യന് ആകെ ഉള്ളതാണ്. അതിന് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്തുന്നവരുണ്ട്, ലളിതയുക്തികൾ കൊണ്ട് നോക്കുന്നവരുണ്ട്, ചിന്താ പദ്ധതികളിലൂടെ നോക്കുന്നവരുണ്ട്, വിശ്വാസങ്ങളിലൂടെ നോക്കുന്നവരുണ്ട്. ഏത് മാർഗേണയാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മന്ത്രവാദം അടക്കമുള്ള, അതല്ലെങ്കിൽ അതിന് സമാനമായ പ്രാർത്ഥനാ സങ്കേതങ്ങൾ പറയുന്നവർ പറയും ഉടനടി പരിഹാരം, പ്രാർത്ഥിക്കും ഉടനടി പരിഹാരം എന്ന് പറയുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ പ്രാർത്ഥന എന്നത് ഒരു ബന്ധമാണ്, റിലേഷൻ വിത്ത് ഗോഡാണ്. എങ്ങനെയാണ് ഈ ബന്ധത്തിൽ പുരോഗമിക്കാൻ കഴിയുക? ഈ രണ്ട് അന്വേഷണങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രാർത്ഥനയിലേക്കാണ്. പ്രാർത്ഥന നമ്മെ എത്തിക്കുന്നത് ഒരു ദൈവാനുഭവത്തിലേക്കാണ്, ദൈവൈക്യത്തിലേക്കാണ്. ഇത് കേവലമായ ബുദ്ധിപരമായ ഒരു ചിന്തയോ അതല്ലെങ്കിൽ ഒരു അനുഭവത്തിന്റെ തലത്തിൽ മാത്രമുള്ള ഒരു അനുഭൂതിയോ അല്ല. വ്യക്തമായ ധാരണയോടെ ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ സാധാരണഗതി പറയും, നിങ്ങൾ പഴയ നിയമത്തെ വായിക്കണം, പഴയ നിയമത്തെ മനസ്സിലാക്കണം, പഴയ നിയമത്തെ അനുസരിക്കരുത്. അപ്പോൾ ചോദിക്കുന്ന 10 കൽപ്പന പഴയ നിയമത്തിൽ നൽകിയതല്ലേ എന്നാണ്. 10 കൽപ്പന പഴയ നിയമത്തിൽ നൽകിയതാണ്. ആ കൽപ്പനയെ ക്രിസ്തു പൂർത്തീകരിക്കുന്നുണ്ട്, അങ്ങനെ റെലവന്റ് ആക്കി മാറ്റുന്നുണ്ട്. ഒരു പദ്ധതിയെ ക്രിസ്തു റെലവന്റ് ആക്കി മാറ്റും. ഇനി പഴയ നിയമത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കാര്യം, പഴയ നിയമത്തിൽ അല്ല നാം അടിസ്ഥാനം ഉറപ്പിക്കപ്പെടുന്നത്, പുതിയ നിയമത്തിലാണ്, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമാക്കാം. ഇത് പഴയ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടല്ല, പഴയ നിയമം ആകെ അബദ്ധമാണെന്ന അർത്ഥത്തിലല്ല. പഴയ നിയമം ഒരു പഴയ നിയമകാലത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെ ഉൾക്കൊള്ളുന്നുണ്ട്, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്നുണ്ട്, അന്നത്തെ ജീവിത ശൈലികളെ അത് വരച്ചു കാട്ടുന്നുണ്ട്. അതിനകത്ത് ദൈവം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രമേ അന്ന് സംസാരിക്കാനാവൂ. ഇന്ന് നമുക്ക് വെളിപ്പെട്ട രഹസ്യങ്ങളും ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്ന ഭൗതികമായ ജീവിതാവസ്ഥകളും കുറെ കൂടി പൂർണ്ണതയും അത് മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്ന പ്രകാരത്തിലല്ല ക്രിസ്തു സംസാരിക്കുന്നത്. ക്രിസ്തു സംസാരിച്ചതിന്റെ കൂടുതൽ വെളിച്ചമാണ് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകൻ വരും, അവൻ കുറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, അവൻ എനിക്കുള്ളവയിൽ നിന്ന് എടുത്ത് നിങ്ങളോട് പ്രസ്താവിക്കും. ഇത് ക്രിസ്തു പറയാൻ കാരണം, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവിടുന്ന് മൗതിക ശരീരമായ സഭയ്ക്കകത്ത് വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസാരിക്കുക പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈ പരിശുദ്ധാത്മാവിലൂടെയുള്ള ആനുകാലികമായ വെളിപ്പെടുത്തലുകൾ, ക്രിസ്തുവിനെ സംബന്ധിച്ച അറിവുകൾ നമുക്ക് പകർന്നു തരുന്നത് സഭയാണ്. അതുകൊണ്ട് സഭാപ്രബോധനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമുക്ക് പുതിയ നിയമത്തെ മനസ്സിലാക്കാൻ കഴിയില്ല, പഴയ നിയമത്തെ ഒട്ടുമേ മനസ്സിലാക്കാൻ കഴിയില്ല. മാത്രമല്ല, നമുക്ക് പഴയ കാലത്ത് ജീവിക്കാൻ കഴിയൂ? പഴയ കാലത്ത് ജീവിക്കാൻ കഴിയില്ല. ഇന്നലെകൾ നമ്മുടെയാണ്, അവയൊന്നും അവാസ്തവികമല്ല. പക്ഷെ ഇന്നലെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നമുക്ക് ഇടപെടാൻ സാധ്യമല്ലാത്തൊരു മേഖലയാണ്.
ഹെബ്രായർ 13:8 പറയും, യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവനാണ്. അവിടത്തേക്ക് സാധിക്കും. പക്ഷെ നമ്മെ സംബന്ധിച്ചൊരു കുഴപ്പമുള്ളത്, നമുക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് നാളെക്കുറിച്ചുള്ള പ്രത്യാശയിൽ മുന്നേറാൻ കഴിയും. ഇന്ന് ജീവിച്ചുകൊണ്ടേ അത് സാധ്യമാകും. അപ്പൊ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിനകത്ത്, ഇന്ന് എന്ന് പറയുന്ന ഈ ജീവിത സന്ദർഭത്തിനകത്ത് നിന്ന് ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിലുള്ള പ്രത്യാശയോടെ മുന്നേറുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ അർത്ഥമറിയാനും അതിനെ പരിഹരിക്കാനുമുള്ള മാർഗം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, നമുക്ക് പഴയ നിയമത്തെ ഒഴിവാക്കേണ്ടതുണ്ടോ? പഴയ നിയമത്തെ ഒഴിവാക്കുകയല്ല. രക്ഷാകര പദ്ധതി വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിലാണെന്നാണ് സാമാന്യ ധാരണ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണും, ഇതാ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ബത്ലഹേമിൽ പിറന്നിരിക്കുന്നുവെന്ന്. ലൂക്ക 2:10-11 തിരുവചനങ്ങളിൽ ആട്ടിടയന്മാരോട് പറയുന്ന സന്ദർഭത്തിലാണ് യേശു ഭൂമിയിൽ ജനിച്ച കാര്യം ലോകം അറിയുന്നത്. അപ്രകാരം ജനിച്ച യേശുവാണ് രക്ഷാകര പ്രവൃത്തിയിലൂടെ ലോകത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നത്. ഇതെല്ലാം വാസ്തവമാണ്. പക്ഷേ ഈ രക്ഷാകര പദ്ധതി വെളിപ്പെടുന്നത് അവിടെ മാത്രമല്ല. രക്ഷാകര പദ്ധതി വെളിപ്പെടുന്നത് പഴയ നിയമത്തിലാണ്. അതുകൊണ്ട് വെളിപ്പെട്ട പഴയ നിയമത്തിന്റെ രക്ഷാകരമായ പദ്ധതികളെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കണം. പുതിയ നിയമമായ ക്രിസ്തുവിൽ ജീവിക്കണം. ഭാവി പ്രത്യാശയിലേക്ക് സ്വർഗോന്മുഖമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞല്ലോ. രസകരമായൊരു കഥ കേട്ടത് ഓർമ്മ വരികയാണ്. അത് ഇങ്ങനെയാണ്, ഒരു കുട്ടി വീട്ടിലിരുന്ന് കളിപ്പാട്ടം കിലുക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടിയുടെ അച്ഛന്റെ ഒരു സുഹൃത്ത് അവിടെ കയറി വരുന്നു. അച്ഛനും ഈ സുഹൃത്തുമായി സംസാരിക്കാൻ ആരംഭിക്കുന്നു. കുട്ടിക്ക് ഇതൊന്നും പ്രത്യേകതയുള്ള കാര്യമല്ല. കുട്ടിയുടെ ജോലിയിൽ വ്യാപൃതനാണ്. കുട്ടി ഈ കളിപ്പാട്ടം കിലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടി കളിപ്പാട്ടം കിലുക്കുന്ന ശബ്ദം കൊണ്ട് ഈ രണ്ട് മുതിർന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അച്ഛനും സുഹൃത്തിനും സംസാരിക്കാൻ കഴിയുന്നില്ല. കുറെ നേരമായപ്പോ സഹികെട്ട് ഈ അച്ഛൻ ഈ കളിപ്പാട്ടം കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അലമാരി വെച്ച് പൂട്ടി. കുട്ടി കരയാൻ തുടങ്ങി. അമ്മ കുട്ടി എടുത്തുകൊണ്ട് പോയി. കുട്ടി കരച്ചിൽ ആരംഭിച്ചു. കുട്ടി അന്ന് രാത്രി തന്നെ കരഞ്ഞാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്നായിട്ട് കുട്ടിയുടെ വഴക്ക് മാറുന്നില്ല. അപ്പോൾ വഴക്ക് മാറാതായപ്പോ ഈ അച്ഛൻ കുട്ടിക്ക് കളിപ്പാട്ടം എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോൻ എത്ര വേണമെങ്കിലും കളിക്കോ, അച്ഛനൊന്നും പറയില്ല, മോൻ കിളിക്കുകയോ മോൻ കളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ മോൻ കളിച്ചോളൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടി ആവശ്യപ്പെടുന്നത്, എനിക്കിപ്പൊ കിളിക്കേണ്ടതാണ്, എനിക്ക് ഇന്നലെ കിളിക്കാൻ മതി. ഇന്നലെ കിളിക്കുക സാധ്യമല്ല. ഇതേപോലെയാണ് പഴയ നിയമം ഇന്ന് കിളിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്ന ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. അവൻ രക്ഷാകരമായ തന്റെ യാഗത്തിലൂടെ രക്ഷ പ്രദാനം ചെയ്തു. ആ രക്ഷയിൽ സഭയിൽ നാം ജീവിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു. നാം വീണ്ടും ഈ പഴയ കാലത്തേക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുപോകണമോ, ഒരു റിവൈവൽ മനോഭാവത്തോടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ കുട്ടിക്കാലത്ത് കിട്ടിയത് ഒത്തിരിയൊക്കെ ഓർമ്മയുണ്ടാവും. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ സൂക്ഷിച്ചും വെക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഓർമ്മയായിട്ടാണെന്ന് പറയും. അത് ഇടാൻ വേണ്ടിയല്ല, പക്ഷെ താനൊരു കുട്ടിയായിരുന്നു എന്നും ഇങ്ങനെ ഒരു നിക്കർ ഇട്ടിട്ടുണ്ടെന്നും ഈ കാലത്തിലൂടെയാണ് വളർന്നു വന്നതെന്നും ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് ഇന്നത്തെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കാനായിട്ട് സഹായകമാവും. പഴയ നിയമത്തെ തള്ളിക്കളയണമെന്ന് ഒരിക്കലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പഴയ നിയമത്തെ അല്ല പ്രമാണിക്കേണ്ടതെന്ന്. അപ്പൊ ചോദിക്കും, 10 കൽപ്പനകൾ നൽകപ്പെട്ടിട്ടില്ലേ? ആ കൽപ്പനകളല്ലേ നിങ്ങൾ എപ്പോഴും അനുസരിക്കുന്നത്? ആ 10 കൽപ്പനകളെ പൂർത്തീകരിക്കുന്നുണ്ട് ക്രിസ്തു. ഒരു കൽപ്പന പൂർത്തീകരിക്കുമ്പോൾ അതെങ്ങനെയാവും? അത് ലൈവാകും. ഒരു കൽപ്പനയെ ഇപ്പോ പൂർത്തീകരിക്കുമ്പോൾ ആ കൽപ്പന ഇപ്പോഴും റെലവന്റ് ആക്കി മാറ്റും. ആ കൽപ്പന അവിടെ നിന്ന് അസാധുവാക്കുകയല്ല ക്രിസ്തു ചെയ്യുന്നത്, അതിനെ അതിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തെ നാം മനസ്സിലാക്കണം. നാം പഴയ നിയമത്തെ പ്രമാണിക്കരുത്. പ്രമാണിക്കേണ്ടത് ഇന്നത്തെയാണ്. പഴയ നിയമത്തെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ബാങ്കിൽ ചെന്ന് ഒരു ലോൺ ചോദിക്കുമ്പോൾ നമ്മളൊരു ആധാരം കൊണ്ടുപോയേക്കാണ്. ആധാരം പുതിയ നമുക്ക് കിട്ടിയ ആധാരമാണ്. ആ ആധാരം കൊണ്ട് ചെന്നു, സ്ഥലത്തിന്റെ ആധാരം കൊണ്ട് ചെന്നു. ഇത് ബാങ്കിനെ കാണിക്കുമ്പോൾ ബാങ്ക് പറയും ഇതിന്റെ മുന്നാധാരം കൊണ്ടുവരാൻ പറയും. ആ മുന്നാധാരം യഥാർത്ഥത്തിൽ നമുക്കതെങ്ങനെ കിട്ടിയെന്ന് പറയുന്ന ആധാരമാണ്. അതുകൊണ്ടേ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആധാരം അവർ അംഗീകരിക്കുക. ഇനി നമ്മൾ മുന്നാധാരം ആദ്യം കൊണ്ടേ കൊടുത്താലോ അതിന് ലോൺ കിട്ടില്ല. കാരണം അത് സ്വീകാര്യമല്ല. എന്നാൽ അതിന് റിലവൻസ് ഉള്ളത് എന്താ? അത് പുതിയ ആധാരത്തെ അത് സാധൂകരിക്കും. ഇതെങ്ങനെ കിട്ടിയെന്ന് പറയാൻ ഈ പഴയ ആധാരം ആവശ്യമായിട്ട് വരും. എന്ന പോലെ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാനും പുതിയ ഉടമ്പടിയുടെ ഭാഗമാണെന്ന് ബോധ്യത്തിൽ ജീവിക്കാനും സഭാത്മകമായ കൂട്ടായ്മ എന്തിനെന്ന ചോദ്യത്തിന് തിരിച്ചറിവോടെ അതിനെ മനസ്സിലാക്കി ജീവിക്കാനും നമുക്ക് പ്രത്യാശയിൽ മുൻപോട്ട് പോകാനും
പഴയ നിയമം ആവശ്യമുണ്ട്. പക്ഷെ പഴയ നിയമം അപ്പാടെ നമ്മൾ അനുസരിക്കുകയും പഴയ നിയമത്തെ പ്രമാണിക്കുന്നവരായി മാറുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിനെ നമ്മൾ തമസ്കരിക്കും. കാരണം പഴയ നിയമം പറഞ്ഞ കാര്യങ്ങളെ പൂർത്തീകരിച്ച ക്രിസ്തുവിനെയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. ആ ക്രിസ്തു നമ്മോട് പറഞ്ഞ കാര്യങ്ങളാണ് നാം അനുസരിക്കേണ്ടത്. ആ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന പഴയ നിയമ കാര്യങ്ങൾ നമുക്ക് ഈ പുതിയ നിയമത്തെ സാധൂകരിക്കാനും തിരിച്ചറിയാനും വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ പഴയ നിയമത്തെ അപ്പാടെ സ്വീകരിക്കുകയല്ല വേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പറയാൻ കാരണം പഴയ നിയമത്തെ പ്രമാണിക്കുന്ന അല്ലെങ്കിൽ പഴയ നിയമത്തെ ഇങ്ങനെ ഉദ്ധരിക്കുന്ന നിരവധി സെക്റ്റുകളും നിരവധി വിഭാഗങ്ങളും സഭയ്ക്കകത്ത് തന്നെയുണ്ട്. അവയെല്ലാം കൊണ്ടുപോകുന്നത് ക്രിസ്തുവിന്റെ രക്ഷാകരമായ ശക്തിയെ അല്ലെങ്കിൽ രക്ഷ പ്രദാനം ചെയ്ത ക്രിസ്തുവിനെ അവഗണിക്കുന്നതോ തിരുസഭയുടെ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ തമസ്കരിക്കുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാനിടയാകരുതെന്നുകൊണ്ടാണ് ശാപത്തെക്കുറിച്ചുള്ള പഴയ നിയമ വ്യാഖ്യാനങ്ങൾ ഇപ്പോഴും നമ്മൾ പ്രഘോഷണ വേദികളിൽ പറയുമ്പോൾ ശാപവിമോചകനായി വന്ന് സകലത്തെയും ശാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ക്രിസ്തുവിനെ നമ്മൾ മറന്നുപോകും. രണ്ടാമത് സഭാ കൂട്ടായ്മയ്ക്കകത്ത് സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന നമ്മൾ അശരണരും പാപികളും തമസ്കരിക്കപ്പെട്ടവരും ഒക്കെ ആയിട്ട് മാറും. വാസ്തവത്തിൽ നമുക്ക് കുറവുകളും പോരായ്മകളും ഉണ്ട്, നാം പാപം ചെയ്യുന്നുണ്ട്. പക്ഷെ പാപത്തിന് നമ്മൾ അടിമകളല്ല. അടിമത്തത്തിൽ നിന്ന് വിമോചനം നൽകി ക്രിസ്തു നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യുമ്പോൾ അനുതാപം ഉണ്ടാകുന്നത്, കുറ്റബോധം ഉണ്ടാകുന്നത്. ദൈവവുമായുള്ള അകലം തിരിച്ചറിയാൻ കഴിയുന്നത് പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകപ്പെട്ടത് കൊണ്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഹൃദയത്തിൽ ഉറച്ച് നമ്മുടെ ദൈവവുമായുള്ള അകലത്തെ തിരിച്ചറിഞ്ഞ് അനുതാപപൂർണമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെടുകയാണ് നാം. അതല്ലാതെ കുറ്റബോധത്തിലോ ശാപബോധത്തിലോ കെട്ടപ്പെട്ടവരായി ജീവിക്കുകയല്ല നാം. അതുകൊണ്ടാണ് പഴയ നിയമകാലത്തേക്ക് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നാം ജീവിക്കുന്നത് ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിന്റെ ഉടമ്പടിക്കകത്താണ് നമ്മൾ. അതുകൊണ്ട് പുതിയ ഉടമ്പടിയോ പുതിയ രക്ഷാകര മാർഗങ്ങളോ നവീന മാർഗങ്ങളോ ഒന്നും നാം അന്വേഷിക്കേണ്ടതില്ല. യേശു ക്രിസ്തുവിലാണ് നമ്മൾ. ഈ രക്ഷാകര പദ്ധതി വെളിപ്പെട്ടതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഇത് നമുക്ക് കൂടുതൽ ബോധ്യമാകുക. രക്ഷാകര ചരിത്രം എപ്പോഴാണ് വെളിപ്പെട്ടത്? രക്ഷാകര ചരിത്രം വെളിപ്പെട്ടത് പാപം ചെയ്തപ്പോഴാണെന്നാണ് സാധാരണ നമ്മൾ ചിന്തിക്കുക. മനുഷ്യൻ പാപം ചെയ്തു, ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു, ആ രക്ഷകൻ ഭൂമി വരുന്ന ചരിത്രമാണെന്ന് നമുക്ക് പറയാം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴല്ല ദൈവം തന്റെ കൃപാകര പദ്ധതിയിലേക്ക് മനുഷ്യനെ വിളിച്ചത്. ദൈവം അനാദി മുതലേ വെളിപ്പെടുത്തുന്നതും വിളിക്കുന്നതും തന്റെ സമീപത്തേക്കാണ്. ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തേക്ക് മനുഷ്യനെ ദൈവം ആദ്യം മുതലേ ക്ഷണിക്കുന്നുണ്ട്. ദൈവിക പദ്ധതി എന്ന് പറയുന്നത്, കൃപാകര പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിച്ച് ദൈവവുമായി കൂട്ടായ്മയിൽ മനുഷ്യനായിത്തീരണമെന്നാണ്. അങ്ങനെ ദൈവം മനുഷ്യനോടുള്ള കൂട്ടായ്മയിലായിത്തീരണമെന്ന് അനാദി മുതലേ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പോലും ദൈവാന്വേഷണത്തിന്റെ വേരുകൾ പാകുന്നത് ഈ പറഞ്ഞ രക്ഷാകര പദ്ധതിയുടെ പ്രാരംഭത്തിൽ നിന്നാണ്. അതെവിടെയാണ് ആരംഭിക്കുന്നത്? ആ ചരിത്രം നമ്മൾ പരിശോധിക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തു പാപം ചെയ്തപ്പോൾ ഒന്നൊരാളല്ലെന്നും അത് അനാദി മുതലുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും ദൈവത്തിന്റെ കൃപാകരമായ പദ്ധതിയാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടതെന്നും ആ പദ്ധതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ആ പദ്ധതി പൂർത്തിയാവുന്നത് അവന്റെ രണ്ടാം വരവോടെയാണെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്രകാരം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കേവലമായ ഒരു വ്യക്തിയല്ലെന്നും യൂണിവേഴ്സലായ ഒരു ഭാവുകത്വം നമുക്കുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാകുക. നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടാണ് എപ്പോഴും ചിന്തിക്കുക. പെർട്ടിക്കുലാരിറ്റി നമുക്കുണ്ട്. അതേസമയം തന്നെ നമുക്ക് മനുഷ്യനെന്ന ഒരു സമ്പൂർണതയുടെ ഭാഗമായ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. ഈ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റണം. അപ്പൊ വ്യക്തിപരമായി ഞാൻ എന്ന് പറയുമ്പോഴും ഈ നാം എന്ന് പറയുമ്പോഴും ഉള്ള ഒരു വ്യതിയാനമൊന്നും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചുരുങ്ങി ചിന്തിക്കും, നാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കും. അത് അവനവന് പുറത്ത് കടന്നുകൂടി ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയും. പഴയ നിയമത്തെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പഴയ നിയമത്തിൽ ജീവിക്കരുത്, പുതിയ നിയമത്തിൽ ജീവിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം ക്രിസ്തുവിൽ വെളിപ്പെട്ട രക്ഷാകരമായ സ്നേഹത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഇതിന് കുറുക്കുവഴിയിലൂടെ ഒന്നും പോകാൻ സാധ്യമല്ല. വളരെ ശ്രദ്ധാപൂർവം നമുക്ക് പഴയ നിയമത്തിലേക്ക് തന്നെ പോകാം. പഴയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ് ഈ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്?
ദൈവത്തെ അന്വേഷിക്കാനും തൻ്റെ അറിവ് കൊണ്ട് അവിടുത്തെ കണ്ടെത്താനും മനുഷ്യന് ആദ്യം മുതലേ താല്പര്യനാണ്. മനുഷ്യന്റെ താല്പര്യം അങ്ങനെയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ അവന് കഴിയും. ആ പ്രവൃത്തികളിൽ നിന്ന് ദൈവത്തെ മനസ്സിലാക്കി എടുക്കാനും അവന് കഴിയും. അങ്ങനെ മനുഷ്യന്റെ ഉത്ഭവം മുതൽ അവന്റെ അകത്ത് ഈ ഒരു പ്രചോദനമുണ്ട്. അത് കണ്ടെത്താൻ സ്വാഭാവികമായിട്ട് അവന് കഴിയേണ്ടതാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 50-ാം ഖണ്ഡിക പറയും, അങ്ങനെയാണെങ്കിലും മനുഷ്യന്റെ ദക്ഷിണാശക്തിക്ക് അപ്രാപ്യമായ വിജ്ഞാനത്തിനൊരു മണ്ഡലമുണ്ട്. അത് ദൈവിക വെളിപാടിന്റെ തലമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ബുദ്ധിയും അറിവും കഴിവും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും. ചെറിയ ഒരു കുഞ്ഞരിപ്പൂവ് വിരിയുന്നത് നോക്കിയാൽ നമുക്ക് വിസ്മയകരമായ ഒരു കാര്യം കാണാൻ പറ്റും. നമ്മൾ അരിമണിപ്പൂക്കൾ കണ്ടിട്ടില്ലേ? വയലറ്റും റോസും ഒക്കെ നിറത്തിൽ മുറ്റത്തൊക്കെ വിരിഞ്ഞിരിക്കുന്ന പുല്ലുകളിലൊക്കെ കാണുന്ന പൂക്കൾ. ആ പൂവിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ചിത്രങ്ങളെ ആസ്വദിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കണ്ടെത്താവുന്ന ഒരു കാര്യം, അതിനകത്ത് എത്ര ഭംഗിയായിട്ടാണ് ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ആ പിഗ്മെന്റ് നമുക്ക് വരയ്ക്കാൻ സാധ്യമാണ്. ഞാൻ ചിത്രം വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് വരയ്ക്കാനായിട്ട് എത്രത്തോളം കളറുകൾ മിക്സ് ചെയ്താലും അതേപോലൊന്ന് സൃഷ്ടിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ തുമ്പികളെയൊക്കെ നോക്കും, അവരുടെ ശരീരത്തിലുള്ള ചിത്രപ്പണികൾ നോക്കും, ചെറിയ പുഴുക്കൾ, അതൊക്കെ നോക്കും. എത്ര ഭംഗിയായ സംവിധാനങ്ങളാണ് അവയ്ക്കകത്തൊക്കെ കാണാൻ പറ്റും. വിസ്മയകരമായ കാര്യം. ഞാൻ മഞ്ചേരിക്കടുത്ത് ഒരിക്കൽ സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ടും അല്പം ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടും പോകാനായി, വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ പോയപ്പോൾ അവിടെ നീർച്ചോലയിൽ കുളിക്കാനായിട്ട് പോയി. പുഴയെന്ന് പറയാമെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കുളിക്കാൻ പോയി. അങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് ആ പ്രദേശത്തെ എല്ലാ ചെടികളെയും മരങ്ങളെയും ഞാൻ അവിടെ ഇരുന്നു. നിങ്ങൾ നിങ്ങളുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ചുറ്റുപാടത്തേക്ക് നോക്കിയാൽ മതി. നമ്മൾ ഇലയെന്ന് പറയുള്ളൂ, എല്ലാം ഇലയാണ്. പക്ഷെ എത്ര തരം ഇലയുണ്ട്? ഏതാണ് ഇല? നാം കണ്ട ഇല 100 തരത്തിലാണ്. വൈജാത്യമുള്ള പ്രകൃതിയാണ്. സൃഷ്ടപ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ വിസ്മയകരമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. എത്രത്തോളം വ്യവസ്ഥകളൊക്കെ അകത്ത് പ്രവർത്തിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. സംസാരിക്കുന്നതിന്റെ പുറകിൽ എത്രത്തോളം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ തലച്ചോറ് പ്രവർത്തിക്കുന്നു, പിറ്റ്യൂട്ടറി പ്രവർത്തിക്കുന്നു, എൻസൈമുകൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. നിരന്തരമായി നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന, നാം അറിയാതെ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ അറിയാവുന്ന ശരീരത്തിന്റെ പ്രകൃതം, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് എപ്പോഴും വിസ്മയിക്കാനേ നേരമുള്ളൂ. കാരണം ഇതൊന്നും ഒരു സാധാരണ ബുദ്ധി കൊണ്ടും തലച്ചോറുകൊണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല. ഇത് വെറുതെ പരിണാമപ്പെട്ടതായി വന്നതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പരിണാമം സംഭവിക്കുന്നുണ്ട്, അതിലൊന്നും തെറ്റിദ്ധാരണ വേണ്ട. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത്രത്തോളം വൈവിധ്യമുള്ള, ഇത്രത്തോളം പ്രത്യേകതയുള്ള ഒരു ലോകത്തിന്റെ ഉത്ഭവം, ആ ലോകത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന പ്രവർത്തനം, പരിപാലന, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും വിസ്മയിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവർത്തികളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ പറ്റും. പക്ഷേ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിജ്ഞാനത്തിന്റെ മണ്ഡലങ്ങളുണ്ട്. ഉത്തരം പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് സഹനം? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? തിരിച്ചറിയാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ വിജ്ഞാനത്തിന്റെ മേഖലയിൽ പോലും വെളിപ്പെടാനാവാത്ത ഒരു തലമുണ്ട്. ദൈവിക വെളിപാടിന്റെ തലമാണ്. അതെല്ലാം വെളിപ്പെട്ട് കിട്ടിയവയാണ്. സാധാരണഗതി നമ്മൾ പറയും ചിന്തിച്ച് കണ്ടെത്തുകയെന്ന് പറയും. മനുഷ്യൻ ചിന്തിച്ച് കണ്ടെത്തുകയാണോ? മനുഷ്യന് പലതും വെളിപ്പെടുകയാണ് ചെയ്യുക. സത്യം മനുഷ്യൻ എവിടെ നിന്ന് ചിന്തിച്ച് കണ്ടെത്തിയതാ? അത് വെളിപ്പെട്ടതാ. സ്നേഹം മനുഷ്യൻ എവിടെ നിന്ന് ചിന്തിച്ച് കണ്ടെത്തിയതാ? മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നമല്ലല്ലോ സ്നേഹം. നമ്മൾ ഭൗതിക പ്രകൃതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഇടപെടലുകൾക്ക് കാരണമാകുന്ന ഈ ഉള്ളിലുള്ള ബോധം ഉണർന്ന് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് നേരിട്ട് പറയാൻ കഴിയാത്ത കാര്യമാണ്. അത് വിജ്ഞാനത്തിന്റെ തലത്തിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ വിജ്ഞാന മണ്ഡലത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. വെളിപാടിന്റെ തലമാണ്. ഈ വെളിപാടിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ദൈവത്തിന്റെ കൃപാകര പദ്ധതിയെ മനസ്സിലാക്കാൻ. ഇങ്ങനൊരു വിജ്ഞാനത്തിന്റെ മണ്ഡലം ഉള്ളതുകൊണ്ട് ദൈവം 2 കാര്യങ്ങൾ ചെയ്തു എന്നാണ് കാറ്റഗിസം പറയുന്നത്. ദൈവത്തിന്റെ സ്വതന്ത്രവും പൂർണ്ണവുമായ തീരുമാനമനുസരിച്ച് സ്വയം വെളിപ്പെടുത്താനും നൽകാനും ദൈവം തീരുമാനിച്ചായി.
ഇത് മനുഷ്യന് സാധ്യമല്ല, ഒരിക്കലും കണ്ടെത്താൻ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സ്വതന്ത്ര തീരുമാനമായിട്ട് ദൈവം സ്വയം വെളിപ്പെടുത്തുകയും സ്വയം നൽകുകയും ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്വേഷണാത്മകമായ ഒരു ആധ്യാത്മികത ലോകത്തുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലം. ഇവിടെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യന്റെ ഈ സ്വസിദ്ധമായ അന്വേഷണങ്ങൾ എങ്ങും എത്തില്ല, അപൂർണത പ്രാപിക്കില്ലാത്തത് കൊണ്ട് അവന് ഈ വിജ്ഞാനത്തിന്റെ മണ്ഡലം അവന് എത്തിച്ചേരാൻ കഴിയാത്തതായതുകൊണ്ട് ദൈവം സ്വയം വെളിപ്പെടുത്തുകയും സ്വയം നൽകുകയും ചെയ്തു. ഇത് ക്രിസ്തുവിൽ സമ്പൂർണമായി നൽകപ്പെട്ട രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കൃപാകര പദ്ധതിയുടെ സമ്പൂർണതയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ആരംഭിക്കുന്നത് മനുഷ്യന്റെ ആദി മുതലെയാണ്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതലാണ്. മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ മുതൽ ദൈവം ഈ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ദൈവം ഇത് സാധ്യമാക്കിയത് അനാദികാലം മുതൽ സകല മനുഷ്യരെയും പ്രതി ക്രിസ്തുവിൽ സജ്ജമാക്കിയ കൃപാകര പദ്ധതിയാവുന്ന രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. ഈ വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നത് ആദിയിലേ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മാത്രമല്ല, അതിനു മുൻപും ഈ വെളിപ്പെടുത്തലുണ്ട്. ഈ വെളിപ്പെടുത്തലിനായി അത് സ്വീകരിക്കാൻ കഴിവുള്ള വിധത്തിൽ മനുഷ്യനെ ദൈവം സജ്ജമാക്കിയതാണ് പഴയ നിയമം. ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള ഈ വെളിപ്പെടുത്തൽ സ്വീകരിക്കാൻ കഴിയും വിധം മനുഷ്യനെ സജ്ജമാക്കിയതിന്റെ ചരിത്രമാണ് പഴയ നിയമം. പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടതാണ്. ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്താനുള്ളത്, ക്രിസ്തുവാണ് രക്ഷാകരമായ രഹസ്യം. ആ രഹസ്യത്തെ മനസ്സിലാക്കാൻ മനുഷ്യനെ ഒരുക്കുക എന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലൂടെ ദൈവം ചെയ്യുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. പഴയ നിയമം ഒരു സ്റ്റേബിൾ കണ്ടീഷനല്ല, എത്തിച്ചേരേണ്ട ഒരിടമല്ല. പഴയ നിയമത്തിലല്ല ജീവിക്കേണ്ടത്. പഴയ നിയമം ഒരു മുന്നൊരുക്കമാണ്. ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കൃപാകര പദ്ധതിയുടെ രഹസ്യത്തിന്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരാനും നമ്മെ സജ്ജമാക്കുന്ന പ്രവൃത്തിയാണ് പഴയ നിയമം. നാം സാധാരണ ചിന്തിക്കുന്ന പോലെ ആദത്തിൽ ആരംഭിച്ച് നിയമം നൽകപ്പെട്ട് പ്രവാചകന്മാരിലൂടെ കടന്ന് അങ്ങനെ എത്തിച്ചേരുന്നൊരിടമല്ല ക്രിസ്തു എന്നാണ് ഇതിന്റെ സാരം. ആദ്യം മുതലേ ഉള്ളത് ക്രിസ്തുവാണ്, വെളിപ്പെടേണ്ടത് ക്രിസ്തുവാണ്. ഇതാണ് ദൈവിക വെളിപാട്. ആ വെളിപാടിനെ സ്വീകരിക്കാൻ മനുഷ്യനെ സജ്ജമാക്കുന്ന പ്രവൃത്തിയാണ് രക്ഷാകരമായ സംഭവത്തിലൂടെ, നിയമത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ എല്ലാം നൽകപ്പെട്ട പദ്ധതികളിലൂടെ ഒരു സജ്ജീകരണമാണ് ദൈവം നടത്തിയത്. അല്ലാതെ ഈ വഴിക്ക് പോയി ക്രിസ്തുവിൽ എത്തിച്ചേരുകയല്ല. അനാദി മുതലുള്ള പദ്ധതി ക്രിസ്തുവാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പഴയ നിയമത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ നാം അവിടെ ഉടക്കി പോകും. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറിയാൽ ആ ബസ് എത്തിച്ചേരുന്ന ഇടത്ത് നമുക്ക് ഇറങ്ങണം. അതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. നമ്മൾ എത്തിച്ചേരുന്ന ഇടത്ത് ഇറങ്ങുമ്പോൾ നാം ഈ വണ്ടിയിലൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തി എന്നാണ് നാം സാധാരണ പറയുക. പക്ഷെ ആ എത്തിച്ചേരുന്നതിന് മുൻപ്, ആ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഈ യാത്രയൊക്കെ ഈ ലക്ഷ്യത്തെ പ്രതിയായിരുന്നു. ആ ലക്ഷ്യമാണ് പരമപ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് ഈ വഴിയിലൂടെ നാം യാത്ര ചെയ്തു, അവിടെ എത്തിച്ചേർന്നു എന്ന ഒരിടത്ത് എത്തിച്ചേരാനുള്ളതായിരുന്നു ഈ യാത്ര എന്നല്ല, ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനുള്ള പദ്ധതിയായിരുന്നു ഈ യാത്ര. നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ഇരിക്കട്ടെ. നമ്മൾ വേളാങ്കണ്ണിക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി എന്ന് പറയുന്നതിനേക്കാൾ മുൻപ് നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചിരുന്നു. നമ്മുടെ ലക്ഷ്യം ആദ്യമേ നമ്മുടെ കയ്യിലുണ്ട്. ആ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുമ്പോൾ നാം ശരിക്കും ഒരു ഇടത്ത് എത്തിച്ചേരുകയല്ല ചെയ്യുന്നത്, നാം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ രക്ഷാകര പദ്ധതിയുടെ സമ്പൂർണതയാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഈ പഴയ നിയമത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഒക്കെ കടന്ന് നാം എത്തിച്ചേരുകയും ആ സമ്പൂർണ്ണാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ എത്തിച്ചേർന്നു എന്നുള്ളതല്ല, നാം ഈ രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പരിണാമഗുപ്തിയെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും കൂടുതലുണ്ടാകുക. വാസ്തവത്തിൽ അനാദി മുതലേ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യൻ തന്നോട് ചേരണം, രക്ഷാകരമായ കൃപാകര പദ്ധതിയുടെ ഭാഗമായി മാറണമെന്നുള്ളതാണ്. ആ കൃപാകര പദ്ധതിയാകട്ടെ ക്രിസ്തു കേന്ദ്രീകൃതവുമാണ്. അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആ കൃപാകര പദ്ധതിയിലേക്കുള്ള യാത്രയിലാണ് നാം പഴയ നിയമത്തിലൂടെയുള്ള യാത്രകൾ നടത്തിയിട്ടുള്ളത് എന്നത് തിരിച്ചറിയണം. അതല്ലാതെ പഴയ നിയമമാണ് സ്ഥായി ഭാവമെന്ന് കരുതരുത്, അവിടെ നിന്ന് നാം ഇപ്പുറത്തേക്ക് കിടക്കുന്നു എന്ന് കരുതരുത്. അതിനു മുൻപേ, ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപേ ക്രിസ്തുവാകുന്ന സമ്പൂർണ്ണ രഹസ്യത്തിന്റെ വെളിപാടിനായി ദൈവം നമ്മെ ഒരുക്കുന്നുണ്ട്.
ഏറ്റവും ഒടുവിൽ തന്റെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ പക്കലേക്ക് അയച്ചുകൊണ്ട് ദൈവം ഈ പദ്ധതിയെ സമ്പൂർണ്ണമാക്കി. ആ സമ്പൂർണ്ണമാക്കപ്പെട്ട പദ്ധതിക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കാര്യങ്ങൾ അത്ര ലളിതമായ കാര്യങ്ങളല്ല. ഈ പറയുന്ന ഭാഷ ഒരുപക്ഷെ ഇഷ്ടപ്പെടാവുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് വളരെ ചിന്തിക്കേണ്ട, വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ഇത് കേൾക്കുമ്പോൾ ഒരു തവണ കേട്ട് അങ്ങ് തള്ളിക്കളയാതെ 1-2 തവണ അത് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ കൂടുതൽ വെളിച്ചത്തോടെ മനസ്സിലാവൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങളാണ്, ഈ പറയുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളാണ്. അവ ചോദിക്കുമ്പോൾ മാത്രമേ അത് കൂടുതൽ പറയാൻ പറ്റൂ. ഒരു കാര്യമുള്ളത്, ഒരു ലൈവായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു സുഖം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഈ വീഡിയോയുടെ മുമ്പിലില്ല. അതിനൊരു കാരണമുള്ളത്, ഈ മറ്റത് നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിയിരിക്കുകയും ആ മുഖത്ത് നോക്കി സംസാരിക്കുകയും എവിടെയാണോ ഇത് മനസ്സിലാക്കാത്തതുള്ളത് അവിടെ കൂടുതൽ ലളിതമായിട്ട് ഇത് പറയാൻ നമുക്ക് കഴിയും. മാത്രമല്ല സമയപരിമിതി ഉണ്ടായില്ല, സമയത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് ഈ മുമ്പിലുള്ളത് ക്യാമറയാണ്, ആ ക്യാമറയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെയൊക്കെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഈ പറയുന്ന വിഷയത്തിന്റെ കണ്ടന്റിന്റെ അകത്ത് നിൽക്കണം, കൂടുതൽ വിശദീകരിച്ച് സമയം കളയാൻ നിവൃത്തിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾ സഹകരിക്കുകയും ചെയ്യണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും കൂടുതൽ അന്വേഷണം നടത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ തെളിച്ചത്തിലേക്ക് വരാൻ പറ്റും. പുതിയതായിട്ടൊന്ന് കണ്ടെത്താൻ വേണ്ടിയല്ല, ഇതിനകത്തുള്ള രഹസ്യത്തെ, ഇത് വളരെ നിഗൂഢമായ കാര്യമാണ്. ഈ രഹസ്യം എന്ന് വെച്ചാൽ നിഗൂഢത, മിസ്റ്ററിയാണ്. അപ്പൊ ഈ നിഗൂഢമായ രഹസ്യങ്ങളുടെ പ്രത്യേകത, അത് എത്രത്തോളം ആഴത്തിൽ കുഴിച്ചാലും ഖനനം നടത്തുന്നിടത്തോളം നമുക്ക് അതിൽ നിന്ന് പുതിയ മുത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യവും അത് തന്നെയാണ്. ഇപ്പൊ ഒന്ന് വായിച്ചു വിടുക, ഒന്ന് കേട്ടുവിടുക എന്നുള്ളതല്ലാതെ കുറെ കൂടി ഗൗരവമായിട്ട് ഇവയൊക്കെ ശ്രമിക്കുന്നത് നല്ലതാണ്. ഞാൻ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വീഡിയോകൾ ചെയ്യുമ്പോൾ. അതായത് പലരും ഇത് മുഴുവനായിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ ഓടിച്ചെങ്ങ് കേട്ടിട്ട് ഒറ്റയടിക്കൊരു അഭിപ്രായം പറയണം. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആയിരിക്കില്ല അഭിപ്രായം പറയുന്നത്. എവിടെയാണോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്, ആ ഭാഗത്ത് എന്താണ് മനസ്സിലാകായുള്ളത്, അത് ആ നിലയ്ക്ക് പറഞ്ഞാൽ കുറെ കൂടി നമുക്ക് വെളിച്ചത്തിലേക്ക് വരാൻ പറ്റും. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ല, നിങ്ങൾ മറ്റ് അനുബന്ധ വീഡിയോകൾ കാണും. എല്ലാ ദിവസവും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം ഒരു വിഷയമായിട്ട് കേന്ദ്രീകരിച്ച് ബന്ധപ്പെട്ടൊന്നും ആയിരിക്കില്ല പറയണത്, പക്ഷേ എല്ലാം അടിസ്ഥാന ഭാവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വീഡിയോകളിലൊക്കെ ഈ പഴയ നിയമത്തെ സംബന്ധിച്ചും ഈ പഴയ നിയമ പ്രഘോഷണത്തിന് വരാവുന്ന കുറവുകളെ കുറിച്ചും എല്ലാം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കേട്ടാൽ മാത്രമേ, ഇതൊക്കെ കൂടെ ഒന്നിച്ചു വെച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ഈ പറയുന്ന വിഷയം തന്നെ ദൈവത്തിന്റെ കൃപാകര പദ്ധതി, ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം പോലും നമുക്കൊന്ന് പറയാൻ കഴിയില്ല. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. ആ തുടക്കം മാത്രം, ഒരു ആമുഖം മാത്രം, അതിന്റെ പദ്ധതികളിലേക്ക് കടന്നില്ല. പദ്ധതികളിലേക്ക് കടക്കാൻ ഇടയാകുന്നതിന് മുമ്പ് 30 മിനിറ്റോളം റെക്കോർഡിംഗ് ആയി കഴിഞ്ഞു. സമയത്തിന്റെ ഒരു പരിമിതി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ അതിനെ മറികടന്ന് വേണം നമുക്കിത് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടാവേണ്ടത്, നിങ്ങൾ കേൾക്കുന്ന കാര്യം നിങ്ങൾക്ക് കടുകട്ടിയാണോ, പറഞ്ഞിട്ട് മനസ്സിലാവണില്ലയോ, ഭാഷ പോരോ, നിങ്ങൾക്ക് എന്തും പറയാം. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ, ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നില്ലെങ്കിലും എന്നെ ശ്രവിക്കുന്നവരും കേൾക്കുന്നവരുമായ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ. പറയുന്നയാൾ ഒരു ചെറിയ കാര്യം മാത്രമാണ്. കാരണം ഈ പറയുന്നയാൾക്ക് അയാളുടെ ഉള്ളിലുള്ളത് പോലും പറഞ്ഞു വെളിപ്പെടുത്താനുള്ള കഴിവ് ഉണ്ടാവില്ല. നമ്മൾ ഉള്ളിലുള്ളതിന്റെ 10% ഔട്ട്പുട്ടായിട്ട് വരിക, 100% തരാനുള്ള ശേഷി നമുക്കില്ല. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാവം, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം, നിങ്ങൾക്കുണ്ടാകുന്ന സംശയം, അവ നിങ്ങൾ പങ്കുവെക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റൂ. ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങൾ കൂടുതൽ തുറവിയുള്ള നോട്ടത്തിന് എന്നെയും പ്രേരിപ്പിക്കും. നമ്മളിപ്പോ ഒരാളൊരു കാര്യം പറയുമ്പോൾ ആരെയും നിസ്സാരവൽക്കരിച്ച് കാണുമോ, എതിരഭിപ്രായം പറയുന്ന ആളെ തള്ളിക്കളയൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ചില ആളുകൾ പറയും, നിങ്ങൾ അത് പഠിച്ചിട്ട് പറയും എന്നൊക്കെ പറയും. നമ്മളത് കാര്യമായിട്ട് തന്നെ എടുക്കണേ. കാരണം ഇതൊന്നും പഠിച്ചു തീരുന്ന കാര്യമല്ല, നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. 2000 വർഷമായിട്ട് മനുഷ്യൻ പഠിച്ചിട്ട് തീരാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പഠിച്ചു തീർക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല, പണ്ഡിതനാവാനും അല്ലൊരു ശ്രമം. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ അതിനെ പരിശോധിക്കും. ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കും. നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകേണ്ടത് കത്തോലിക്ക തിരുസഭ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നാണ്.
നമുക്ക് ആശ്രയിക്കാവുന്നത് സഭയെയാണ്. സഭ വ്യക്തമായ പാഠങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ സഭ നൽകുന്ന പാഠങ്ങളിൽ എന്തുകൊണ്ടാണ് പഴയ നിയമം പ്രൊമോട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളൊക്കെ പഴയ നിയമത്തെ വലിയ കാര്യത്തിൽ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ പഴയ നിയമത്തെ പ്രഘോഷിക്കാതെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ പ്രഘോഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? സഭയുടെ പ്രത്യേകത യേശുവിന്റെ രക്ഷാരഹസ്യത്തിലും തിരുസഭയിലും അതിന്റെ ഹൈറാർക്കിയിലും ഉറപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സഭ പറയുന്ന കാര്യങ്ങളെയാണ് കൂടുതൽ മുഖവിലേക്ക് എടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് പറയുമ്പോഴും, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴും സഭ എന്ത് പറയുന്നു എന്നാണ് പ്രഥമമായിട്ട് എന്നെ സംബന്ധിച്ചൊരു അന്വേഷണം ഉണ്ടാകും. സഭ എന്താ അതിനെക്കുറിച്ച് പറയണേ എന്നാണ്. കാരണം സഭയാണ് നമുക്ക് ദൈവവചനം തന്നത്, സഭയാണ് ദൈവവചനം വ്യാഖ്യാനിച്ചത്, സഭയാണ് ദൈവശാസ്ത്രം നമുക്ക് തന്നത്, സഭയാണ് അപ്പോസ്തലിക പ്രബോധനങ്ങളിലൂടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസം നമ്മുടേതല്ല, വിശ്വാസം സഭ നമുക്ക് കൈമാറുന്നതാണ്. അത് അടുത്ത ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അതിന് സ്വതന്ത്രാവകാശമില്ല. നമ്മുടെ യുക്തി കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല. ദൈവം അത് വെളിപ്പെടുത്താൻ കാരണം മനുഷ്യയുക്തിക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്ത ഇപ്രകാരം ഉണ്ടാകേണ്ടത് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട രക്ഷയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല, അനാദി മുതലേ ദൈവം വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ചാണ്. കൃപാകര പദ്ധതിയുടെ ആരംഭം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഉത്ഭവത്തോടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്, അവൻ പാപം ചെയ്തപ്പോഴല്ല. ക്രിസ്തുവിൽ നിറവേറിയ സമ്പൂർണമായ ഈ വെളിപ്പെടുത്തലിന്റെ പദ്ധതിയാണ് ആദ്യം മുതൽ ആരംഭിച്ചതും ക്രിസ്തുവിൽ നിറവേറിയത്. അപ്പോൾ അതിന്റെ ഈ ഒരുക്കമാണ്, ഈ പദ്ധതിയുടെ ഒരുക്കമാണ് യഥാർത്ഥത്തിൽ പഴയ നിയമം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പഴയ നിയമത്തെ മൂല്യവത്താകുന്നതായി കാണുകയും വേണം. എഫേസ്യർ 1:9 പറയും, ക്രിസ്തുവിൽ വെളിവാക്കിയതിന്റെ അഭീഷ്ടമനുസരിച്ച് ഈ പദ്ധതിയുടെ രഹസ്യം അവിടെ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവിക പദ്ധതി വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിലാണ് വെളിപ്പെട്ടത് സമ്പൂർണമായിട്ട്. പക്ഷെ ആ വെളിപാട് ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ നിറവേറേണ്ടിയിരുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് മനുഷ്യകുലത്തിന്റെ ആരംഭത്തോടെയാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 53-ാം ഖണ്ഡിക പറയാണ്, പടിപടിയായിട്ടാണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയത്. ഒറ്റ വെളിപ്പെടുത്തലല്ല, പടിപടിയായിട്ടാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ വചനമായ യേശുക്രിസ്തു എന്ന വ്യക്തിയിലും അവിടുത്തെ ദൗത്യത്തിലും പരിപൂർണമാക്കപ്പെടുന്ന പ്രകൃത്യാതീത വെളിപാട് മനസ്സിലാക്കാൻ തക്കവിധം ദൈവം മനുഷ്യനെ ഘട്ടം ഘട്ടമായി ഒരുക്കുന്നു. ഈ ഒരുക്കമാണ് പഴയ നിയമം. അത് നമ്മൾ തിരിച്ചറിയണം. അത് എത്തിച്ചേരേണ്ട ഇടമല്ല, ഒരുക്കമാണ്. ഇങ്ങനെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുക്കമായിട്ട് പഴയ നിയമത്തെ കാണും. ഇനി പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ബോധ്യങ്ങളിലും ഒക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. പഴയ നിയമം മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതാവസ്ഥകൾക്കകത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം തേടുന്ന മനുഷ്യന്റെ സ്വഭാവം അവിടെ കാണാൻ പറ്റും. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ ഉഴറുന്ന മനുഷ്യനെ കാണാൻ പറ്റും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം വരുന്നതൊക്കെ അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നമ്മുടെ ചിന്താഗതിക്കകത്ത്, ആധുനികതയ്ക്കകത്ത് കൊണ്ടുവന്ന് വെക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം ഈ ഒരുക്കത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ്. ഈ അവസ്ഥയിലായിരുന്നു നമ്മൾ. യേശുവിനെ തിരിച്ചറിയുന്നതിന് മുമ്പ്, രക്ഷാകരമായ കാര്യം അനുഭവിക്കുന്നതിന് മുമ്പ്, ക്രിസ്തു ഭൂമിയിൽ അവതീർണനാവുകയും തന്റെ ദൗത്യം നിറവേറ്റുകയും ചെയ്തതിലൂടെ രക്ഷാകരമായ കൃപാകര രഹസ്യം സമ്പൂർണമായി വെളിപ്പെടുന്നത് വരെ നമ്മുടെ അവസ്ഥ അതായിരുന്നു എന്ന കാര്യം നാം ബോധ്യപ്പെടണം. അങ്ങനെയാണ് പഴയ നിയമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരസ്പരം പരിചയം വളർത്തുന്നൊരു ഭാവം ദൈവത്തിനുണ്ട്. ദൈവവും മനുഷ്യനുള്ള പരിചയം വളർത്തുക. ലിയോൺസിലെ വിശുദ്ധ ഇറനേവൂസ് അത് പറയുന്നുണ്ട്. ഇറനേവൂസ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം മനുഷ്യനിൽ വസിച്ച് മനുഷ്യപുത്രനായി. പിതാവിന്റെ ഹിതമനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യനെയും മനുഷ്യനിൽ പരിചിതനാകാൻ ദൈവത്തെയും ശീലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇങ്ങനെ ദൈവ മനുഷ്യ സംസർഗത്തിന്റെ തലങ്ങളെ ഉയർത്താൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് രക്ഷാകര പദ്ധതിയുടെ വെളിപ്പെടുത്തൽ ഘട്ടം ഘട്ടമായി ദൈവം നൽകുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിലേക്കുള്ള ഈ യാത്രയാണ്. ആദ്യമേ തന്നെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് പഴയ നിയമ കാലഘട്ടത്തിലൂടെ വന്നത്. അതാണ് ഒടുവിൽ ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുകയും രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ട് സമ്പൂർണമാക്കിയത്. അങ്ങനെയാണ് സമ്പൂർണമായ ക്രിസ്തു രഹസ്യം വെളിപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഈ ദൈവാവിഷ്കാര ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഓർമ്മയിലിരിക്കണം. പഴയ നിയമത്തെ അവഗണിക്കുകയല്ല, പഴയ നിയമത്തെ തള്ളിക്കളയുകയല്ല. പക്ഷെ പഴയ നിയമകാല ജനതയല്ല നമ്മൾ എന്ന കാര്യം തിരിച്ചറിയണം. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആരംഭത്തിലുണ്ടായിരുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ദൗത്യ പൂർത്തീകരണത്തിന് ശേഷമുള്ള കാലമാണ് നമ്മുടേത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള കാലമാണ് നമ്മുടേത്.
ഈ പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല. പഴയ നിയമകാലത്ത് ദൈവം സമ്പൂർണ്ണതയിൽ വെളിപ്പെട്ടിട്ടില്ല. പാപത്തിന്റെ അടിമത്തത്തിന് മോചനം പ്രാപിച്ചിട്ടില്ല. നമ്മെ അടിമപ്പെടുത്തുന്ന തിന്മകളിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ക്രിസ്തുവിന്റെ രക്തം നമ്മെ രക്ഷിച്ചിട്ടില്ല, വീണ്ടെടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരെന്ന നിലയ്ക്ക് വീണ്ടെടുക്കപ്പെടാതിരുന്നൊരു കാലത്തെ അനുഭവങ്ങളെ ആധുനിക കാലത്തേക്ക് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കരുത്. പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന ബോധ്യം തിരിച്ചറിയുകയും ഈ പദ്ധതിയുടെ ഭാഗമായി ഈ വഴികളിലൂടെയാണ് നാം യാത്ര ചെയ്തതെന്ന ഓർമ്മ നിലനിർത്തുകയും ആ ഓർമ്മയിൽ ക്രിസ്തുവിനോട് കൂടുതൽ ആഴപ്പെട്ട ബന്ധം സ്ഥാപിക്കാൻ കഴിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം അന്വേഷിക്കുന്ന, അതിന് പരിഹാരം അന്വേഷിക്കുന്ന ഈ രണ്ട് അന്വേഷണങ്ങളുടെ ആകെ തുക ചെന്നെത്തുന്ന ദൈവാന്വേഷണത്തെ ഹൃദയപൂർവ്വം നാം ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കണം, പരിശുദ്ധാത്മാവിൽ ഭരമേൽപ്പിക്കണം. ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്നു, ആ ക്രിസ്തു നിങ്ങളിൽ തന്നെയാണ്. അപ്പൊ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സമസ്യകൾക്ക് ഉത്തരമാവും, എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാകുന്ന ക്രിസ്തു അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ വെളിപാടിന്റെ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് കൂടുതൽ ആശ്രയബോധത്തോടെ സ്നേഹത്തോടെ ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കാൻ നമുക്ക് കഴിയാം. അപ്രകാരം ജീവിതം ശുഭകരമാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. പ്രാർത്ഥനാ സഹായങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സംശയങ്ങളും ചോദ്യങ്ങളും അതിലൂടെ നിരവധി പേർ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.